ഹലോ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അസോസിയേറ്റിവിറ്റി എന്നുള്ള ഭാഗമാണ്. അസോസിയേറ്റിവിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇഫ് an operand has operators on both sides, the side on which the operator takes this operand is decided by the associativity of those operators. എന്ന് പറയുന്നത് ഒരു ഓപ്പറാൻഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സോ ഏത് ഓപ്പറേറ്ററാണ് ആ ഓപ്പറാൻഡ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ഓപ്പറേറ്റേഴ്സിന്റെ അസോസിയേറ്റിവിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുക ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് മനസ്സിലാവും. അഥവാ ഇപ്പം ഒരു ഓപ്പറാൻഡ് ആണല്ലോ, എന്താണ് ഒരു ഓപ്പറാൻഡ് ആണ്. ഒരു ഓപ്പറാൻഡ് അതിന്റെ രണ്ട് സൈഡിലായിട്ട് പ്ലസ് എന്നുള്ളത്, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ പ്ലസും റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലിക്കേഷനും ഉള്ള രണ്ട് ഓപ്പറാൻഡ്സ് ഉണ്ടെങ്കിൽ ഈ ഓപ്പറാൻഡ് ഏത് ഓപ്പറേറ്ററെയാണ് ചൂസ് ചെയ്യുന്നത്, ടേക്ക് ചെയ്യുന്നത് എന്നത് ഡിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ പ്ലസ് അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേറ്റേഴ്സിന്റെ അസോസിയേറ്റിവിറ്റി ആണ് ഇത് തീരുമാനിക്കുന്നത്. സോ ഇത് അസോസിയേറ്റിവിറ്റി എന്നുള്ളത് രണ്ടു തരത്തിലുണ്ട്. ലെഫ്റ്റ് അസോസിയേറ്റീവ് ഉണ്ട്, റൈറ്റ് അസോസിയേറ്റീവ് ഉണ്ട്. ഓപ്പറേഷൻ ലെഫ്റ്റ് അസോസിയേറ്റീവ് ആകുന്നുണ്ടെങ്കിൽ ഓപ്പറാൻഡ് ടേക്ക് ചെയ്യുകയായിരിക്കും ലെഫ്റ്റ് ഓപ്പറേറ്ററെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. അതേപോലെ ഓപ്പറേഷൻ റൈറ്റ് അസോസിയേറ്റീവ് ആണെങ്കിൽ റൈറ്റ് ഓപ്പറേറ്റർ ആയിരിക്കും ആര് ഓപ്പറാൻഡ് ടേക്ക് ചെയ്യുക. സോ അതാണ് ബാക്കി ഇവിടെ പറയുന്നത്. ഓക്കെ, the operation is left associative, then the operand will be taken by the left operator, or if the operation is right associative, the right operator will take the operand. Okay, then another point നോക്കാം. Operations such as addition, multiplication, subtraction and division are left associative. Addition, multiplication, subtraction അതേപോലെ division ഒക്കെ എന്താണ് ലെഫ്റ്റ് അസോസിയേറ്റീവ് എക്സാമ്പിൾ ആണ്. Then operation like exponential are right associative. Exponential operation of എന്താണ് right associative എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഐ ഡി ഓപ്പറേഷൻ ഓപ്പറേറ്റർ ഐ ഡി എന്നുള്ളതാണ്. അഥവാ മൂന്ന് ഓപ്പറാൻഡ്സ് ഉണ്ട്. ഐ ഡി എന്നുള്ള മൂന്ന് ഓപ്പറാൻഡ്സ് ഉണ്ട്. അതിന്റെ ഇൻബിറ്റ്വീനായിട്ട് രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ സെൻട്രൽ ആയിട്ടുള്ള ഐ ഡിയുടെ കേസാണ് അസോസിയേറ്റീവിൽ നോക്കുന്നത്. അഥവാ ആ ഒരു ഓപ്പറാൻഡ് ഐ ഡി സെൻട്രലിലുള്ള ഐ ഡി എന്നുള്ള ഓപ്പറാൻഡിന് ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സോ ഇതിന്റെ എവാലുവേറ്റഡ് ആയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ എവാലുവേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ്. ഒന്നുകിൽ ഐ ഡി ഫസ്റ്റത്തെ ലെഫ്റ്റ് ആയിട്ടുള്ളത് ഐ ഡി എന്നതിന് രീതിയിൽ നമുക്ക് പോകാൻ സെലക്ട് ചെയ്യാം. The order of evaluation the same expression will be അതേപോലെ എന്ത് വേണം, അഥവാ റൈറ്റ് ആയിട്ടാണ് അസോസിയേറ്റിവിറ്റി എന്ത് വേണം ഈ രീതിയിൽ ഐ ഡി എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുന്നുണ്ടാവാം. സോ മനസ്സിലായോ? ഐ ഡി പ്ലസ് ഐ ഡി എന്നുള്ളതിനെ ഇതിനെന്തായിരിക്കും ലെഫ്റ്റ് ആയിട്ട് എടുക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഭാഗമാണ് പ്രസിഡൻസി ഓഫ് ഓപ്പറേറ്റേഴ്സ്. പ്രസിഡൻസി ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് ടു ഡിഫറെന്റ് ഓപ്പറേറ്റേഴ്സ് ഷെയർ എ കോമൺ ഓപ്പറാൻഡ്, ദ പ്രസിഡൻസി ഓഫ് ഓപ്പറേറ്റേഴ്സ് ഡിസൈഡ് വിച്ച് വിൽ ടേക്ക് ദ ഓപ്പറാൻഡ്. അഥവാ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഒരു ഓപ്പറാൻഡിനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രസിഡൻസിലാണ് തീരുമാനിക്കുന്നത്. പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആ രണ്ട് ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഓപ്പറാൻഡ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓപ്പറേറ്റേഴ്സിന്റെ പ്രസിഡൻസിയാണ് തീരുമാനിക്കുന്നത് ഏത് ഓപ്പറാൻഡാണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, നോക്കാം. 2 plus 3 into 4 can have two different pass trees. One corresponding to 2 plus 3 into 4 and another corresponding to 2 plus 3 into 4. ഇവിടെ രണ്ടും ഡിഫറൻസ് ആണ്. ഈ 2 plus 3 into 4 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പാസ് ട്രീന്റെ ന്യൂസിൽ ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി എന്നുള്ള ഫോർമുലയാണ് വരുന്നത്. സോ അതിന് രണ്ട് പാസ് ട്രീ ഉണ്ട്. ഒന്ന് ഇങ്ങനെ ഐ ഡി പ്ലസ് ഐ ഡി ആയിരിക്കും, അതേപോലെ ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി. ഓക്കെ, ഇതിലെന്താണ് പ്രസിഡൻസി ഓപ്പറേറ്റേഴ്സുകൾക്കിടയിൽ എന്താണ് സെറ്റ് ചെയ്യുന്നത്. ദിസ് പ്രോബ്ലം ക്യാൻ ബി ഈസിലി removed
പ്രസിഡൻസി ഓപ്പറേറ്റർ ഈ ഒരു എന്താണ് രണ്ട് പാസ്റ്റ് ഒരു പ്രസിഡൻസി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് പ്രശ്നം സോൾവ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് എടുക്കുന്നതിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം പ്രസിഡൻസി ഒരു ഓപ്പറേറ്റർ ഇന്ന ഓപ്പറേറ്ററിലാണ് ഹൈ പ്രസിഡൻസി, അല്ലെങ്കിൽ ഇന്ന ഓപ്പറേറ്റേഴ്സിലാണ് ലോ പ്രസിഡൻസി എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവുമോ? രണ്ട് പാസ്റ്റുകളുടെ പ്രശ്നം ഉണ്ടാവും ഇല്ല. കാരണം എന്താണ് അപ്പം ഇവിടെ മാത്തമാറ്റിക്കൽ എന്ന് പറയുന്നുണ്ട്. ആസ് ഇൻ ദ പ്രീവിയസ് എക്സാമ്പിൾ മാത്തമാറ്റിക്കലി മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ത് പ്രസിഡൻസി ഉള്ളത് പ്ലസ് കാട്ടിയത്. സോ എക്സ്പ്രഷൻ ടു പ്ലസ് 3 അത് 3 ചെയ്തിട്ട് അങ്ങോട്ട് തന്നെ ആഡ് ചെയ്യുക. ആൽവേസ് ബി ഇന്റർപ്രറ്റഡ് ആസ് 2+3 എന്നുള്ളതാണ് എന്ത് പ്രസിഡൻസി. ഓക്കെ, സോ എന്താണ് ഈ ഒരു പ്രശ്നം പ്രസിഡൻസി ഓഫ് ഓപ്പറേറ്റർ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് സോൾവ് ചെയ്യും. അതേപോലെ ആംബിഗ്വിറ്റി എന്നുള്ള പ്രോബ്ലം എന്ത് ചെയ്യും? This method decreases the chances of ambiguity in a language or its grammar. ഗ്രാമറിൽ ambiguous ഗ്രാമറിൽ എന്ത് ചെയ്യുന്നു ഒക്കെ ചെയ്യാനുള്ള ചാൻസ് എന്ത് ചെയ്യുന്നു ഈ ഒരു അസോസിയേറ്റിവിറ്റി അറിയുന്നതും അതേപോലെ പ്രസിഡൻസി ഓഫ് ഓപ്പറേറ്ററും എന്ത് ചെയ്യുന്നു റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. റൈറ്റിംഗ് എ ഗ്രാമർ. ഈടായിട്ട് 5 കാറ്റഗറീസ് ആണുള്ളത് ഗ്രാമർ റൈറ്റ് ചെയ്യുന്നതിൽ. 4 കാറ്റഗറീസ്. ഫസ്റ്റ് വൺ റെഗുലർ എക്സ്പ്രഷൻ വേഴ്സസ് കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ. അതേപോലെ എലിമിനേറ്റിംഗ് ആംബിഗ്വസ് ഗ്രാമർ, എലിമിനേറ്റിംഗ് ലെഫ്റ്റ് റിക്കർഷൻ, ഫോർത്ത് വൺ ലെഫ്റ്റ് ഫാക്ടറി. അതാണ് ഈ 4 ഭാഗങ്ങൾ. Each passing method can handle grammars only of a certain frame, hence the initial grammar may have to be rewritten to make it passable. അഥവാ ഒരു സെർട്ടൻ ഫ്രെയിമിലുള്ള ഗ്രാമേഴ്സിനെ മാത്രമേ പാസിംഗ് മെത്തേഡ് വഴി ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഇനീഷ്യലായിട്ടുള്ള ഗ്രാമേഴ്സിനെ എന്ത് ചെയ്യും? റീറൈറ്റ് ചെയ്യും. പാസബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യലായിട്ടുള്ള ഗ്രാമേഴ്സിനെ റീറൈറ്റ് ചെയ്യും. സോ അത് എങ്ങനെയൊക്കെയാണ്? ചിലപ്പോൾ എന്താവും ഗ്രാമേഴ്സിനെ ഒഴിവാക്കിയിട്ടാവും, ലെഫ്റ്റ് ഫാക്ടറിനെ ഒഴിവാക്കിയിട്ടാവും, ലെഫ്റ്റ് റിക്കർഷൻ ഒഴിവാക്കിയിട്ടായിരിക്കും. സോ ഇങ്ങനെ അതൊക്കെ അതൊന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഇവിടെ ഫസ്റ്റ് ഭാഗമായിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻ വേഴ്സസ് കോണ്ടസ്റ്റ് ഗ്രാമറാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഭാഗമാണ്. അഥവാ റെഗുലർ എക്സ്പ്രഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രാമർ റൈറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ ഉണ്ടാക്കാനും പറ്റും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമർ റെഗുലർ എക്സ്പ്രഷൻ എന്നുള്ള ഭാഗം യൂണിറ്റ് 1 അനുഷ്ഠിതമായി നിങ്ങൾക്ക് എടുത്തതാണ്. അതേപോലെ കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറും മിസ് എടുത്തിട്ടുണ്ടാവും, ഞാനും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിനൊരു കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. 2 രീതിയിൽ നമുക്ക് പോകാൻ പറ്റും, ഗ്രാമേഴ്സ് റൈറ്റ് ചെയ്യാൻ പറ്റും. റെഗുലർ എക്സ്പ്രഷൻ ഇറ്റ് ഇസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ടോക്കൺസ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ടോക്കൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഗുലർ എക്സ്പ്രഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറിൽ നിന്ന് പറഞ്ഞതാണ് കൺസിഡർ കോട്ടത്തെ ആണുള്ളത്. എസ് അതേപോലെ പി ടി ഓരോ എനിക്കറിയാം. Then regular expression another point. This user to check whether the given input is valid or not using transition diagram. നമുക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വാലിഡ് ആണോ അല്ലേ നോക്കാൻ ട്രാൻസിഷൻ ഡയഗ്രാമാണ് റെഗുലർ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറിൽ ഡെറിവേഷൻ ആയിരുന്നു ഉപയോഗിച്ചുള്ള ലെഫ്റ്റ് ഡെറിവേഷൻ റൈറ്റ് ഡെറിവേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ആ ഒരു സ്ട്രിംഗ് ഇൻപുട്ട് സ്ട്രിംഗ് വാലിഡ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നത്. Then അതേപോലെ റെഗുലർ എക്സ്പ്രഷന്റെ മൂന്നാമത്തെ പോയിന്റ് ട്രാൻസിഷൻ ഡയഗ്രാം ഹാസ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് എഡ്ജസ്. ട്രാൻസിഷൻ ഡയഗ്രാംസിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക സ്റ്റേറ്റ്സും അതേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സും അതേപോലെ എഡ്ജസും ആയിരിക്കും ഉണ്ടാവുക. കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറിൽ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് എന്താണ് റെഗുലർ എക്സ്പ്രഷൻ സ്റ്റാർട്ട് സിമ്പിൾ ഇല്ല, മറ്റുള്ള കോണ്ടസ്റ്റ് ഫ്രീ ഗ്രാമറിൽ സ്റ്റാർട്ട് സിമ്പിൾ. ഇത്രയാണ് ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്.